അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മിനിയാന്ന് എൻ്റെ വീട്ടിലെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു. വൈഫ് അതെന്നെ വിളിച്ചു പറയാണ്. ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് ക്ലോസിംഗ് ടൈം ഏകദേശം 5 മണിയായിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഗ്യാസ് സംഘടിപ്പിക്കാനുള്ള സമയമല്ല. ഞാൻ വിറക് വെച്ചുകൊണ്ടുള്ള വേറെ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് പലരോടും ഗ്യാസ് അന്വേഷിച്ചുകൊണ്ട് വിളി നടത്തി. എവിടെയും ഗ്യാസ് കിട്ടുന്നില്ല. അപ്പൊ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ആശയമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും ആളുകൾ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ഗ്യാസിന്റെ എക്സ്ട്രാ സ്പെയർ ആ ഒരു സംവിധാനം ഉണ്ടായിരിക്കും. പക്ഷേ അത് തരാനുള്ള ഒരു മനസ്സ് എന്താ വിഷയം? നമ്മൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി വേറെ ആരാണ് കൊണ്ടുതരിക, അല്ലെങ്കിൽ എൻ്റെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു സഹോദരൻ എനിക്ക് ആ ഗ്യാസിന്റെ കുറ്റി അവരുടെ വീട്ടിൽ ആവശ്യം ഉണ്ടായിരിക്കെ തന്നു. ഞാൻ അവർക്ക് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു, അവരോട് നന്ദി പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, പരോപകാര വസ്തുക്കൾ തടയുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ, ഈ പരോപകാര വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ഒരാളെ സഹായിക്കുമ്പോൾ ആ വ്യക്തിക്ക് അള്ളാഹു വലിയ സഹായം നൽകും എന്നുള്ള ഒരു അറിവ് നമുക്ക് എത്ര പേർക്കുണ്ട്? ഒരാള് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അത്തരത്തിലുള്ള സഹായങ്ങൾ നടത്താൻ വേണ്ടി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒരു പ്രയാസത്തിലാകുമ്പോൾ, ബുദ്ധിമുട്ടിലാകുമ്പോൾ അള്ളാഹു മറ്റൊരു രീതിയിൽ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. പരോപകാര വസ്തുക്കൾ ഒരിക്കലും നമ്മൾ തടയാൻ പാടില്ല. അത് മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കാനുള്ള ഒരു ഹൃദയവിശാലത നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്.